തിരിച്ചു വന്നില്ലേ സംഭവം കാണിച്ചതാവേ. അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ? സമ്മറക്കല്ലേ ഫേസ് മാസ്ക് കാണിച്ചാൽ പറഞ്ഞതാണ്. കസ്തൂരി മഞ്ഞളും തൈരും മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. എൻ്റെ മുഖത്ത് നല്ല രീതിക്ക് ആക്നിയുണ്ട്, ഇപ്പം കുറഞ്ഞു, മൊത്തത്തിൽ മാറിയിട്ടില്ല. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മാസ്കാണിത്. നിങ്ങൾക്ക് സൂട്ട് ആവുന്ന ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ കസ്തൂരി മഞ്ഞളും തൈരും കൂടെ മിക്സ് ചെയ്തായിരുന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ, നോർമൽ വാട്ടർ, പാല് ഏതെന്ന് വെച്ചാൽ യൂസ് ചെയ്യും. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ ഫേസിൽ. സോ എൻ്റെ മുഖത്ത് ആക്നി വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നാട്ടുകാരും വീട്ടുകാരും പറയും ഞാൻ കണ്ടതും കഴിയും ഇതേപോലെ വാരി മുഖത്ത് തേച്ചിട്ടാണ്. എന്നാൽ ഞാൻ പറയും എനിക്കൊക്കെ തേക്കുന്നതിനുണ്ട് മുഖക്കുരുണ്ട്. പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവർ പറയുന്നത് അവർ പറയട്ടെ, നമ്മൾ മാക്സിമം എങ്ങനെ നമ്മൾ തളർത്താം എന്നതാണ് ഈ നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരൊക്കെ നോക്കുന്നത്. നമ്മൾ തളരുത് വിരാമം കിട്ടി പൊരുതണം എന്ന് വെച്ചാൽ ഞാൻ പറയും. ഇതൊക്കെ കേട്ട് ഞാൻ സങ്കടപ്പെട്ടിരുന്ന സമയമുണ്ട്. പക്ഷേ ഐ ആം ബാക്ക്. ഊർജ്ജസ്വലമായി ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇവരെയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പ്രാന്താണ്. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, ഇല്ലാത്ത സ്ക്രോൾ ചെയ്ത് തിരിച്ചു പോകും. പിന്നെ ഇതെനിക്ക് ആദ്യം ഇങ്ങനെ വരാനുള്ള കാര്യം എനിക്ക് PCOSന്റെ പേര് മാറ്റി PMOS ആക്കി. അതെനിക്കുണ്ട്. അതുകൊണ്ട് ഹോർമോൺ ആഗ്നീസ് നമ്മൾ പുറമെ എന്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഉള്ളിലോട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യം. ഞാൻ കറക്റ്റായി ഡയറ്റ് എടുക്കുന്നുണ്ട്, ജിമ്മിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. കറക്റ്റായിട്ട് പോകുന്നു ഞാൻ പറയുന്നില്ല, പക്ഷേ ഡയറ്റ് കറക്റ്റായിട്ട് 3 മീൽ വെച്ച് എടുക്കുന്നുണ്ട്. കറക്റ്റ് ഫൈബറും ന്യൂട്രീഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. സോ എൻ്റെ സ്കിന്നിന് നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ മുഖത്ത് ആക്നിയുടെ ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമേ എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ PMOS PCOD ഒക്കെ വെച്ച് സഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിപ്പം കോമൺ ആയിട്ടുള്ള വിഷയം, അതുകൊണ്ട് എല്ലാവർക്കും വരുന്ന സംഭവം. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ കഷ്ടപ്പാടുകൾ എന്താണ് കഷ്ടപ്പാട് തന്നെ. എനിക്ക് ഫേഷ്യൽ ഹെയർ വരും, യാതൊരു മൂവിയും, ആക്നി, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ എല്ലാം വരും. ഞാൻ കറക്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഒക്കെ ഇരിക്കുന്നത്. സോ ഡാർക്ക് സ്പോട്ട്സ്, ആക്നി ഇതൊക്കെ ഉള്ളവർ ജസ്റ്റ് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. കസ്തൂരി മഞ്ഞൾ നമ്മൾ ഒരിക്കലും അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞ കളർ കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ കളർ എന്ന് പറയുമ്പോൾ ഒരു ക്രീം കളർ ആണ്. കസ്തൂരി മഞ്ഞൾ കളർ അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എൻ്റെ നൈറ്റ് സ്കിൻ കെയർ, മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനൊക്കെ കാണണം, അതിനറിയാം. എന്നെപ്പോലെ PCOD ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആകുന്നില്ല, ഇത് നാച്ചുറൽ ആയിട്ട് സംഭവം. എല്ലാം പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറേ നാളായിട്ട് പക്ഷേ ചിലപ്പോൾ ബ്രേക്ക് എടുത്തായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ കാര്യം. അപ്പം വ്യത്യാസം ഉണ്ട്, പക്ഷേ ടൈം എടുക്കും. പക്ഷേ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. 7 ദിവസം കൊണ്ട് വെളുക്കും. വൈറ്റമിൻ ക്രീംസ് പോലത്തെ സംഭവമല്ല. സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.